ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഞാൻ ഇന്നലെയല്ല മിനിയാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെയാണ് ടാരോയിലേക്ക് എത്തിയതെന്ന്. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ, അതൊക്കെ കേൾക്കണം എന്ന് ആവശ്യമുള്ള ആൾക്കാർ അതൊന്ന് ചെന്ന് കണ്ടു നോക്കണം കേട്ടോ, എങ്ങനെയാണ് ഞാൻ ടാരോയിലേക്ക് എത്തിയത് എന്ന്. ഇനി എൻ്റെ എക്സ്പീരിയൻസ് ടാരോ എന്ന് പറയുന്നത് എന്താണെന്ന്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാനൊരു വീഡിയോ ഇടാം. അത് കുറേ ആൾക്കാരത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും അത് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ട്, ആണെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം അറിയാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ട് ഇതിനെപ്പറ്റി. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് ടാരോ പഠിച്ചത് എന്നൊക്കെ ഞാനതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ഗൈഡൻസ് എന്താണ്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം എന്നാണ്. ജസ്റ്റിസാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നീതിയുടെ കൂടെ നിൽക്കണം എന്നാണ് കാണുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, അത് തെറ്റാണെന്ന് പലതവണ തോന്നിയിട്ട് വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ജസ്റ്റിസ് അല്ല ചെയ്യുന്നത്, ഇത് നമ്മളൊരു കർമ്മ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളോട് നിങ്ങൾ ചെയ്യുന്നൊരു നീതികേടായിരിക്കാം കുറേ ആൾക്കാർക്ക്. കാരണം നമ്മളെ ശ്രദ്ധിക്കാതെ, നമ്മളുടെ കാര്യങ്ങളൊന്നും ചെയ്യാതെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അത് നിങ്ങളോട് ചെയ്യുന്ന നീതികേടാണ്. അപ്പം ഇന്ന് നീതി ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കും അത് ബാധകമാണ്. ചിലപ്പോൾ നമുക്ക് ഒരു ശരീരത്തിന് ഒരു എക്സർസൈസും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ശരീരത്തോട് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് നിങ്ങൾ ചെയ്യുന്ന നീതികേടാണ്. മടി പിടിച്ചിരിക്കുക എന്നത് നീതികേടാണ്. കാരണം നമ്മൾ ഈ ഒരു ശരീരം എത്ര പ്രഷ്യസ് ആണെന്ന് അറിയാമല്ലോ. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ അത് ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അത്രയും വലിയ കാര്യങ്ങളാണ് നമ്മളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ വേണ്ടും വണ്ണം ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പോലെ വെള്ളം കൊടുക്കുന്നുണ്ടോ, ഫുഡ് കൊടുക്കുന്നുണ്ടോ, എക്സർസൈസ് ഉണ്ടോ, മെൻ്റൽ പീസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കുക. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു മെസ്സേജാണിത്. ആവശ്യത്തിന് എക്സർസൈസ് ചെയ്യുക, കുറച്ചെങ്കിലും ഒന്ന് നടക്കാൻ പറ്റും. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു യന്ത്രമാണ്. അതിന് കുറച്ച് എണ്ണയിട്ട് കൊടുക്കണം, അതിന് ഒരു പ്രവർത്തനം ആവശ്യമാണെങ്കിൽ അതിൻ്റെ ഒന്ന് അനങ്ങണം. ഇത് നമ്മൾ ചിലപ്പം ഒത്തിരി വർക്ക് ലോഡുള്ള ആൾക്കാർ, ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ കുറേ നേരം അവർക്ക് ഇരിക്കേണ്ടി വരും. അപ്പോൾ ആ ഇരിക്കുന്ന ആൾക്കാർ കുറച്ച് നേരമെങ്കിലും ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴെങ്കിലും എണീറ്റ് ഒരു 5 മിനിറ്റെങ്കിലും എന്തെങ്കിലും ഒരു വാമപ്പെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, പ്രാണായാമം ചെയ്യുക. കാരണം നമ്മളുടെ ഊർജം ഒന്ന് ആ ഒരു ഊർജത്തിൻ്റെ ആ ഒരു ഫ്ലോ ഒന്ന് ക്ലിയർ ആക്കി വെക്കണം കേട്ടോ. പിന്നെ കമിഴ്ന്നിരിക്കുന്ന ആൾക്കാരൊന്ന് നിവർന്നിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇങ്ങനെ നട്ടല് ഒരു ക്ലിയർ പൊസിഷനിൽ ഇരിക്കാൻ ശ്രമിക്കുക. കുറേ ആൾക്കാരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കുറേ കാലം കൊണ്ട് ഇങ്ങനെ ഒരു നല്ല ചെയറൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരു കാര്യം ചെയ്ത് നമ്മളുടെ ബാക്ക് സപ്പോർട്ടൊക്കെ ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ നട്ടലിനൊക്കെ പ്രശ്നം വന്നേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് നേരം നടക്കുക, വെള്ളം കുടിക്കുക, നല്ല ഫുഡ് കഴിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. ഇന്നത്തെ ജസ്റ്റിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജസ്റ്റിസാണ്. ഇത് വേറെ ആർക്കും നമ്മൾ ജസ്റ്റിസ് ഉണ്ടാക്കി കൊടുക്കുന്നതല്ല, നിങ്ങൾക്കാണ് ഇന്ന് ജസ്റ്റിസ് കൊടുക്കേണ്ടത്. നിങ്ങൾ സ്വയം ചെയ്ത് കൊടുക്കേണ്ട കാര്യം. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നൊസ്റ്റാൾജിക് മെമ്മറീസ് ഒക്കെ വന്നേക്കാം. പണ്ട്
പെട്ടിരുന്ന ആൾക്കാരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കുഞ്ഞു കാലത്തുള്ള ചില ഓർമ്മകൾ, വളരെ സന്തോഷമുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് വന്നേക്കാം. ചില വ്യക്തികളെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയേക്കാം. ചില ആൾക്കാരെ കാണണമെന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരാം. അവരുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. അപ്പോൾ അതൊരു നല്ല മെമ്മറീസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ഏതെങ്കിലും വ്യക്തി നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ വിളിക്കുന്ന ഒരു എനർജിയൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം. നോക്കാം. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിലൊരു സ്നേഹമാണ്, പ്രണയമാണ്, ഒരു ദൂതുമായൊരു ഇത് വരുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് പ്രണയിക്കുന്നു. ആ പ്രണയിക്കാനുള്ളൊരു സാഹചര്യം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു. കാരണം നമ്മളെ പ്രണയിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതത്ര അങ്ങോട്ട് വിശ്വസിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ അത് മനസ്സിലാക്കാനോ ഒന്നും പറ്റണം എന്നില്ല. നമ്മൾ വേറൊരാളിനെ പ്രണയിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഒരാളിനോടുള്ള പ്രണയം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഏറ്റവും നല്ല ഒരു രൂപം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ലൊരു വെർഷൻ ഉണ്ടാകുന്നത് നമ്മൾ ഏറ്റവും ശരിക്കും ഒരു പ്രണയത്തിൽ പെടുമ്പോഴാണ്. നമ്മളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ മാറ്റം വരണം എന്നും ഒക്കെ നമ്മുടെ ഓവറോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളൊന്നും മാറ്റം വരുത്തണമെന്നും മാറ്റം വരികയും ചെയ്യുന്നത് ഒരു പ്രണയം വരുമ്പോഴാണ്. അപ്പം ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളിലേക്കൊരു പ്രണയം വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് അറിയാലോ, ഒരു പ്രാവാണ്. അപ്പം അത് നിങ്ങളിലേക്ക് ആരെങ്കിലും ഒരു മെസ്സേജോ കോളോ ഒക്കെ ഇന്നത്തെ ദിവസം വന്നേക്കാം. ഒരു മെസ്സഞ്ചർ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളിൻ്റെ ഒരു മെസ്സഞ്ചർ വരുമെന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് മെസ്സേജ് ആയിരിക്കാം, കോളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് എനർജി ഉണരുന്ന ഒരു ഇതാണ്. നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും ഇന്നത്തെ ദിവസം. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് ഇന്ന്. അതൊരു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു മാറ്റമാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ഹൈറഫൻ്റ് ആണ്. ഇതിൽ നിങ്ങളൊരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ മാത്രമല്ല, അത് വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊരു വിവാഹം എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ മാരേജിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം ഇന്നത്തെ ദിവസം. കാരണം നിങ്ങൾ ഒരാളുമായിട്ട് പ്രണയത്തിലാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു വിവാഹത്തിലേക്ക് എത്തുമെന്നൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരു ഗുരു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇതിൽ ഇപ്പം നമുക്കൊരു ഗുരുവിൻ്റെ പ്രസൻസ് കിട്ടുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഗുരുവിനെ നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. ആദ്യം അതാണ് ചെയ്യേണ്ടത്. നമ്മളാണ് നമ്മളുടെ ഗുരു. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ഹൃദയചക്രത്തിലുണ്ട് നമ്മളുടെ ഗുരു. അപ്പം ആ ഗുരുവായിട്ട് കണക്ട് ചെയ്യുക. നമ്മളാകുന്ന ഗുരുവിനോട് നമ്മളെപ്പോഴും നന്ദി പറയുകയും ചെയ്യുക. അപ്പം പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നതുണ്ട്, നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഗുരുവാകുന്നതെന്ന്. അത് നമ്മളുടെ സോള് യഥാർത്ഥത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. നമ്മുടെ സോളിനാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്. ആ സോളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല, പലർക്കും പറ്റാറില്ല. ഇപ്പോൾ അതാണ് ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയണത്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു തോന്നൽ വരുമോ, ഇതിങ്ങനെയാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. അത് നമ്മളുടെ ഗുരു നമ്മളോട് പറയുന്നതാണ്. നമ്മുടെ സോള് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ആ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് അത്രയും ഒരു സ്ട്രെങ്ത് വേണം കേട്ടോ. പിന്നെ ശരിക്കും ഒരു പീസ് ഓഫ് മൈൻഡ് വേണം. നമ്മൾ കുറേ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ഇൻഡ്യൂഷൻസ് ഒന്നും വരാറില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊരു പുറത്തൊരു ഗുരുവിനെ കണ്ടെത്തുന്നതായിരിക്കാം. ആ ഗുരുവിൻ്റെ അഡ്വൈസ് ഗൈഡൻസ് നിങ്ങൾ എടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളാകുന്ന ഗുരുവിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതും ആകാം.
ഇതിൽ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളൊരു ഇന്നത്തെ ദിവസം നിങ്ങളൊരാളിനെ കാത്തിരിക്കുന്ന എനർജി ഉണ്ട് കേട്ടോ. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളൊരുപാട് ആഗ്രഹിക്കുന്ന ഒരാളിനെ നിങ്ങൾ ഒരു ഇതിലൊരു പൂവുമായിട്ടൊക്കെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ കാണാൻ വരാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് നിങ്ങളുടെ തന്നെ ഏറ്റവും നല്ല വെർഷനാണത്. നിങ്ങൾ നല്ല ഡ്രസ്സ് ഇടുന്നു, നിങ്ങളുടെ മനസ്സിലൊരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട്, ഒരുപാട് ഹീലിംഗ് പവറുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളങ്ങനെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്, ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത്. വളരെ നിങ്ങളെ ഏറ്റവും ഭംഗിയാക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഒരു ആഗ്രഹത്തിൽ നിങ്ങൾ ഒരാളിനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല, നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ വിഷമങ്ങൾ കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കണം നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അപ്പം ഇതിൽ കാണുന്നത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഇതിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വ്യക്തി എല്ലാവർക്കും നല്ലതായിരിക്കണം എന്നില്ലാതെ ഇപ്പം നമ്മളൊരു റീഡിങ് കാണുമ്പോഴായാലും ഒരു ഗൈഡൻസ് എടുക്കുമ്പോഴായാലും നമ്മളുടെ ബുദ്ധി കൂടി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻഡ്യൂഷൻ കൂടി നമ്മളന്ന് ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കണം. അല്ലാതെ ഇപ്പം പറയുന്നത് അതുപോലെ അത് നമ്മൾ എടുക്കരുത്. കാരണം ഇത് ജനറൽ റീഡിംഗ് ആകുമ്പോൾ കുറേയധികം ആൾക്കാർ കാണുന്ന റീഡിംഗ് ആണ്. അപ്പോൾ ഈ റീഡിങ്ങിൽ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഈ വ്യക്തി ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് എന്ന് അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇടണം കേട്ടോ. നമ്മൾ ഇപ്പം എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ, എൻ്റെ റീഡിങ്സ് വിശ്വസിക്കുന്ന ആൾക്കാർ, ഇപ്പം ഞാൻ ഇതിൽ പറയുന്നു നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരുമെന്ന്. അപ്പോൾ ആ ആൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാൻ നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കണം. എന്ത് കാര്യത്തിനായാലും ഒരു 70% മാത്രം നമ്മൾ വിശ്വസിക്കാം, ബാക്കി നമ്മളുടെ എനർജി ഉപയോഗിച്ച് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കണം ശരിയാണോ എന്നൊക്കെ കേട്ടോ. അല്ലാതെ ഈ റീഡിങ്ങിൽ കണ്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലുള്ള ഒരു അപകടത്തിലേക്കും പോയി ചാടിക്കളയരുത്. കാരണം റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തിരിച്ചു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഡിപ്രഷനാകും, പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചേച്ചി അത് പോസിറ്റീവ് പറഞ്ഞപ്പോൾ ഉടനെ നെഗറ്റീവും പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഞാനതിൻ്റെ വരായികകൾ പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും, അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം കൂടി പറഞ്ഞതാണ് കേട്ടോ. ഇതിൽ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ ഒരു നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സമയം കുറേ ആവശ്യങ്ങളുണ്ട്, അത് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് എങ്ങനെ നിവർത്തിക്കുമെന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. കുറേ ആൾക്കാർക്കും ഇതൊരു ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസും ആയിരിക്കാം. അപ്പോൾ ആ ഒരു നഷ്ടപ്പെടൽ ഉള്ള ആൾക്കാർ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുറേ കാര്യങ്ങൾ നമ്മളുടെ കർമ്മയാണ്. ചില ആൾക്കാർക്ക് ഇനി കുറേ അനുഭവിക്കേണ്ടി വരും കേട്ടോ ഈ ഒരു ജന്മത്തിൽ ഒരു കയറാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ അത്രമാത്രം പാസ്റ്റ് ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ച ആൾക്കാരായിരിക്കും. ഇതിപ്പോൾ കേൾക്കുമ്പം ആളുകൾ വിചാരിക്കും ഈ ജന്മം മുഴുവൻ എനിക്ക് അങ്ങനെ അനുഭവിക്കേണ്ടി വരുമോ? അത് സമയമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിന് എത്ര സമയം നമ്മൾ ആ ഒരു അനുഭവം അല്ലെങ്കിൽ അത് എത്ര സമയം കൊണ്ടാണ് നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടതെന്ന് ദൈവമാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഇതിനെ നമ്മൾ ആ ഒരു തീരുമാനം നമ്മളുടെ തലയിലെഴുത്തെന്ന് പറയും. അതിനെ നമ്മളുടെ ഫ്രീ വില്ല് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമ്മളുടെ കർമ്മ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ കുറേയധികം ബാഡ് കർമ്മ ചെയ്ത ആൾക്കാർ ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ അത്രയും നല്ല കർമ്മ ചെയ്തത് ബാലൻസ് ചെയ്യാൻ പറ്റിയാൽ പെട്ടെന്ന് റിലീസാകും. ഇപ്പോൾ ഞാൻ ഓരോ റീഡിങ് എടുക്കുന്നു. അപ്പം ഇപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ തന്നെ കാണുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതാവില്ല. കാരണം കുറേ ആൾക്കാർ ഒരുപാട് കർമ്മയുടെ ബാഗേജുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊന്നും ഇപ്പം റീഡിങ് കേട്ടു, ഇത് നല്ലതാണ്, റിസൾട്ട് നല്ലതാണെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെ വരണം എന്നില്ല.
അവരവരുടെ കർമ്മയാണ് അവരവരുടെ ഫലം തീരുമാനിക്കുന്നത്. അത് എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ നല്ല കർമ്മം ചെയ്ത് നമ്മളതിനെ റിലീസ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ ബാഡ് കർമ്മയുണ്ട്, കുറേ ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് നല്ല കർമ്മങ്ങൾ ചെയ്ത് നമ്മളതിനെ ബാലൻസ് ചെയ്യുക. പ്രാർത്ഥന, മെഡിറ്റേഷൻ, ഇതൊക്കെ നമുക്ക് ട്രോമാസൊക്കെ ഹീൽ ചെയ്യാൻ, ട്രോമ ഹീലിംഗ് ചെയ്യാം. നമ്മളിപ്പം കഴിഞ്ഞ ജന്മത്തിൽ തെറ്റ് ചെയ്തു പോയി, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ജന്മം നമ്മൾ എങ്ങനെ അതൊന്ന് കരകയറാമെന്ന് ചിന്തിക്കാം. അപ്പോൾ അതിനുള്ള പ്രാക്ടീസസ് കുറേ ചെയ്ത് കഴിയുമ്പം ഇതൊന്നൊക്കെ റിലീസാകും. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അതിനുള്ള ഫലവും കൊണ്ട് കിട്ടാം. പക്ഷെ പെട്ടെന്നായിരിക്കില്ല. അതിന് ഒരു ടൈം പീരീഡ് ആകുമ്പോൾ നമ്മളുടെ എഫേർട്ടും കൂടെ ആകുമ്പോൾ അത് പെട്ടെന്നത് ശരിയാവും. അത് മനസ്സിൽ വയ്ക്കുക. ഡെവിളാണ് വന്നിട്ടുള്ളത്. കുറേ നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആൾക്കാരുണ്ട്, കുറേ നെഗറ്റീവ് എനർജി കിട്ടിയ ആൾക്കാരുണ്ട്, നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആൾക്കാരുണ്ട്, കുറേ പ്രതികാരം മനസ്സിൽ തോന്നുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ ദിവസം ചിലപ്പം നിങ്ങൾക്ക് ഈന്നൊരു നഷ്ടമുണ്ടാക്കിയ ആൾക്കാർ, ഇത് ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ചിലപ്പോൾ ഒരു നെഗറ്റീവിൻ്റെ ഫലമായിട്ടും നമ്മൾ പകുതി കർമ്മയാണ് കേട്ടോ, കർമ്മയാണ്. പിന്നെ മറ്റാൾക്കാരാരെങ്കിലും നെഗറ്റീവ് നമുക്ക് മനഃപൂർവ്വം എന്തെങ്കിലും ദോഷങ്ങൾ വരുത്തണം എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താലും പറഞ്ഞാലും ചിന്തിച്ചാലും നമുക്ക് നെഗറ്റീവായിട്ട് വരും. അത് ആ നെഗറ്റീവ് നമ്മളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഫ്രീക്വൻസി, എനർജി അത്രയും കൂട്ടി വയ്ക്കണമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അത്രയും കൂടിയിരുന്നാൽ, അത്രയും നല്ല ഒരു എനർജി ലെവലിൽ ഇരുന്നാൽ മറ്റുള്ളവരുടെ എനർജി ഒന്നും പെട്ടെന്ന് നമുക്ക് വരില്ല. നമ്മളതിനെ എല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റവും ഇതുപോലൊരവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവായിരിക്കുന്ന അവസ്ഥയിൽ നെഗറ്റീവ് എനർജി പെട്ടെന്ന് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. ഇത് രണ്ടും ഒരേ എനർജിയാണ്. 5 ഓഫ് പെൻറ്റിക്കിളും ഡെവിളും. നമ്മൾ ലോ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നിയേക്കാം, എനിക്കിനി ജീവിക്കണ്ട. ഇതൊക്കെ ഈ ഒരു ഡെവിൾ എനർജിയുടെ ഡെവിള് ജയിക്കുന്നതാണ്. എനിക്കിനി ജീവിക്കണ്ട, അല്ലെങ്കിൽ ഒരു പ്രതികാരം തോന്നിയേക്കാം. അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ, ഇത് പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ അവർ സന്തോഷിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് ഇതിന് ഈ പ്രതികാരം ചെയ്യാൻ എന്ത് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. നിങ്ങളുടെ നഷ്ടപ്പെടലിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു സമയം നമ്മളുടെ എനർജി ലെവലൊന്ന് ഇതാക്കി വയ്ക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ കൊണ്ടുള്ളതുണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടുള്ള നെഗറ്റീവ് ഉണ്ട്, മറ്റാൾക്കാർ ചെയ്ത നെഗറ്റീവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രാർത്ഥനകൾ മുടക്കാൻ പാടില്ല കേട്ടോ. കൃത്യമായിട്ടും പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യുന്ന അതൊരു പ്രൊട്ടക്ഷനാണ്. നമുക്കൊരു ധൈര്യം ഉണ്ടാവും, എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം, അതായത് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാവും ഇന്നത്തെ ദിവസം, അത് ഇന്നത്തെ ദിവസം ചെയ്യാതിരിക്കുക. നമ്മൾ ദൈവവിചാരത്തോടു കൂടി ഇരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇന്നത്തെ ദിവസം കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ബെഡിൻ്റെ അടിയിൽ ഒരു കല്ലുപ്പ്, ഒരു ഗ്ലാസ് ബൗളിനകത്ത് നിറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് അതിൽ ഒരു മുറി നാരങ്ങ കട്ട് ചെയ്ത് അത് വെച്ച് കിടക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറേ നമ്മളുടെ ഈ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ പിടിക്കും. പിന്നെ കുറച്ച് നേരം വേപ്പ് മരം ഉണ്ടെങ്കിൽ വേപ്പ് മരത്തിൻ്റെ ചോട്ടിലിരിക്കുക, ആൽമരത്തിൻ്റെ ചോട്ടിൽ പോയിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ നെഗറ്റിവിറ്റി കുറയ്ക്കാൻ സഹായിക്കും. ഇത് പൂർണ്ണമായും പോവില്ലെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാവും. കുറച്ചെങ്കിലും നമുക്കൊരു സമാധാനമൊക്കെ ഉണ്ടാവും കേട്ടോ. സ്ഥിരം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് കടലിൽ, ബീച്ചിൽ പോയിരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ബീച്ചിൽ പോയിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിലോ പള്ളിയിലോ ഒക്കെ പോയിരിക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക, പ്രാർത്ഥനകൾ കേൾക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇന്നത്തെ ദിവസം നിങ്ങളത് ചെയ്യണം എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ കുറേ ആൾക്കാർക്ക് വീണ്ടും നഷ്ടബോധത്തിൻ്റെ എനർജിയാണ്. പക്ഷേ നിങ്ങൾക്കൊരു കൈത്തിരി എവിടെ നിന്നോ വരുന്നുണ്ട്, നിങ്ങളത് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ എനർജി ലെവലൊന്ന് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രീക്വൻസി ഒന്ന് മാറ്റി നിങ്ങൾ വളരെ ഹാപ്പി ആകാനും കോൺഫിഡൻസോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. കാരണം നല്ല ഒരു ഓഫർ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരും, അത് സ്വീകരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.